ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നിങ്ങളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. നമ്മൾ ലാസ്റ്റായിട്ടിട്ട റോസിൻ്റെ വീഡിയോയ്ക്ക് 32K വ്യൂ ആണ് വന്നിരിക്കുന്നത്, അതും 48 മണിക്കൂർ കൊണ്ട്. അത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. പ്രതീക്ഷിക്കുന്നതിലും അധികമാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നോ? പുതിയ വർഷം എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നോ? എല്ലാവർക്കും നല്ലതാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ട് അടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും. ഞാൻ ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗാർഡനിങ്ങിൻ്റെ വീഡിയോസാണ് ഇടുന്നത്, അല്ലാതെ ഹോം ടൂർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പ്ലാന്റ്സ് കെയർ ടിപ്സ് അങ്ങനെ ഒരുപാട് അങ്ങനെ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണ്ട, വേണ്ട, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് എത്ര മോശം കമൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് എഴുതാൻ അറിയുന്നവർ ആണെങ്കിൽ എന്തായാലും എഴുതുക. ഒരുപാട് പ്രായമായ ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് എഴുതാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കമൻറ്റ് എഴുതുന്നവർ ഒന്ന് എഴുതി വിടുക കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നതനുസരിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു തന്നാലല്ലേ എനിക്ക് എൻ്റെ മിസ്റ്റേക്സൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ആഗ്രഹം? വീട്ടിൽ നിറയെ പൂക്കൾ പൂത്തുലഞ്ഞ് നിറയെ ഇല കാണാതെ പൂക്കണം, നിറയെ പൂക്കൾ ഉണ്ടാവണം, അങ്ങനെയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം? എന്നിട്ട് നമ്മൾ ആ ആഗ്രഹത്തോടെ നഴ്സറി പോയിട്ട് പൂക്കൾ വാങ്ങിയിട്ട് വീട്ടിൽ വന്ന ഒരു ബാച്ച് ഫ്ലവർ ഉണ്ടാവും, പിന്നെ അത് നിന്നു. അങ്ങനെയല്ലേ? അതെന്താണെന്നറിയോ? അവർ റൂട്ടിങ് ഹോർമോണും പിന്നെ ബൂസ്റ്റിംഗ് ഫ്ലവറിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെയുള്ള ഫ്ലവേഴ്സ് എപ്പോഴും നല്ല ഹെൽത്തും നിറയെ പൂക്കളായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബൂസ്റ്റിംഗ് ഹോർമോണൊന്നും കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ പൂവില്ലാത്തത്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫ്ലവറിങ് ഒക്കെ വരണമെങ്കിൽ പൊട്ടാസ്യം ഒക്കെ വേണം. പിന്നെ പ്ലാന്റ്സിന് സൾഫർ, പൊട്ടാസ്യം, നൈട്രജൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂവിടിക്കാനൊക്കെ പറ്റും. അതിന് ചില ട്രിക്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മുടെ ശരീരത്തിന് കാൽസ്യവും കാര്യങ്ങളൊക്കെ വേണ്ടേ? അതുപോലെ തന്നെ അയണും കാൽസ്യം ഒക്കെ വേണ്ട പോലെ ഫ്ലവറിനും വേണം. അപ്പോൾ പൊട്ടാസ്യം, സൾഫറും ഒക്കെ നമ്മുടെ കിച്ചണിലുണ്ട്. അതേപോലെ തന്നെ എന്നോട് ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എൻ്റെ വീട്ടിൽ എന്ത് പൂവും ചെടിയും ഞാൻ വാങ്ങിച്ച് കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല കീടാക്രമണമാണ്. എൻ്റെ റോസ് പൂവൊക്കെ ഫുള്ള് കുത്തിയിട്ട് എനിക്ക് ആകെ സങ്കടമായിപ്പോയി. ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഫ്ലവർ ആയിരുന്നു എന്നൊക്കെ. അതിനും കൂടി എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡി ഉണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡിയിൽ നമുക്ക് പ്ലാന്റ്സിനും ഹെൽത്തി ആയിരിക്കുക. നമ്മുടെ വീട്ടിലെ എല്ലാവരും ഒരു പ്രശ്നമല്ലേ ഉറുമ്പുകൾ ചെടിച്ചട്ടിയിൽ, പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഉറുമ്പുണ്ടെങ്കിലും അങ്ങനെ പുഴുക്കളുണ്ടെങ്കിലും ഒക്കെ പ്ലാന്റ്സിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ഇവയെ മൊത്തം തുരത്തി നമ്മുടെ വീട് സൂപ്പറാക്കാനുള്ള ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? നമ്മുടെ വീട്ടിൽ നല്ലൊരു അടിപൊളി പൂക്കളിടാനുള്ള ഫെർട്ടിലൈസർ ഉണ്ടാക്കാനുള്ള ടെക്നിക്ക് നമ്മുടെ എല്ലാവരും വീട്ടിലും വാങ്ങിക്കുന്ന ഓറഞ്ചിൻ്റെ പീല് വെച്ച് നമുക്ക് ചെയ്യാം. ഓറഞ്ചിൻ്റെ തൊലി വെച്ച് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയായിരുന്നോ? എന്നാൽ പറ്റും. നല്ല അടിപൊളി ഒരു മാജിക് ഫെർട്ടിലൈസറാണ് കേട്ടോ ഓറഞ്ചിലില്ലേ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരുന്നോ? അതുകൂടാതെ നമ്മുടെ ഓറഞ്ചിൽ സോഡിയം, കാൽസ്യം, മാഗ്നീഷ്യം, കോപ്പർ, സൾഫർ ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് പ്ലാന്റ്സ് ഹെൽത്തി ആയിരിക്കാനും നല്ല രീതിയിൽ പൂടാനും വേണ്ടത്. അപ്പോൾ ഇത് വെച്ചൊരു മാജിക് ഫെർട്ടിലൈസറും ഒരു മാജിക് പൗഡറും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ഒരു സാധനമാണ് ഇത്. ഇനി നിങ്ങൾ ഓറഞ്ച് വീട്ടിലേക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും വലിച്ചെറിയരുത്. പിന്നെ ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്,
നമ്മുടെ പ്ലാന്റ്സ് ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒന്നും ചെയ്യാതെ ഈ ഉള്ളിത്തോല്, ഓറഞ്ചിൻ്റെ തോല്, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പീല്, ഈ കാര്യങ്ങളൊന്നും നേരെ ചെടിയുടെ ചോട്ടിൽ കൊണ്ടിടരുത്. റോസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഫംഗസ്, ഈർപ്പം കാരണം ഫംഗസ് വന്നിട്ട് റോസിൻ്റെ പ്ലാന്റ് ഒന്നായിട്ട് കരിഞ്ഞു പോവുകയും നശിച്ചു പോവുകയും ഇൻഫെക്ഷൻ കൊടുങ്ങുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യരുത്. ഈ ഞാൻ കാണിക്കുന്ന പോലെ ഇനി ചെയ്താൽ നിങ്ങളുടെ പ്ലാന്റ്സ് ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. എന്ത് വളമാണ് നീ ഇട്ടതെന്ന് ആളുകൾ നിങ്ങളോട് ചോദിക്കുക. അത്രയ്ക്ക് അടിപൊളി മാജിക് ഫെർട്ടിലൈസർ നമുക്കിത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു പൗഡറും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ഓറഞ്ചില്ലേ ചെറിയ ചെറിയ പീസസ് ആക്കണം. കാരണം ഇത് നമുക്ക് ഉണക്കിയെടുക്കണം. അപ്പോൾ ഈ ഉണക്കിയെടുക്കുന്നതും ലിക്വിഡ് ഫെർട്ടിലൈസറും ആണ് ഞാൻ പറയുന്നത്. അതിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതിന് കമൻസ് ഉണ്ടായിരുന്നു എനിക്ക്, ചേച്ചി ലെങ്ത്ത് അധികമാണ്, ചെറുതാക്കി പറയാമെന്ന്. പക്ഷെ ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ പല വീഡിയോയും ഞാൻ റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇനി ഞാൻ ഷോർട്ടാക്കി പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കാണിക്കുന്നുള്ളൂ, ലിക്വിഡ് ഫെർട്ടിലൈസർ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഒരു പൗഡർ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകട്ടോ. അല്ലാണ്ട് എല്ലാം കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറുതാക്കി തൊലി നല്ല രീതിയിൽ കട്ട് ചെയ്യുക. കത്രികയൊക്കെ വെച്ച് വേണമെങ്കിൽ സ്റ്റൈലായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിങ്ങനെ കൈ കൊണ്ടൊക്കെ മുറിച്ചിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് നമ്മളതൊരു ബോട്ടിലോ എന്ന് വെച്ചാൽ അടച്ച് വെക്കണം. അപ്പോൾ അതുപോലെ ഒരു പാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഓറഞ്ചിൻ്റെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഈ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഇതിൻ്റെ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ പീല് നല്ല രീതിയിൽ വെയിലത്ത് വെച്ച് ഉണക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വന്ന്, വെയിലത്ത് വെച്ച് ഉണക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ച് ഷെയ്ഡ് വെയിലാണ് കേട്ടോ. ഡയറക്റ്റ് വെയിലിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ കുറച്ചങ്ങ് പോകും. അതുകൊണ്ട് ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈ ഓറഞ്ചിൻ്റെ പീല് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ടൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട്, എന്ന് വെച്ചാൽ വായി കടന്നു കഴിഞ്ഞാൽ ഇത് പൊടി കട്ടയായിപ്പോവും. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നനവൊക്കെ ഉള്ളത് തുടച്ചിട്ട് അതിലിട്ട് വെക്കുക ഈ ഓറഞ്ചിൻ്റെ പീലിൻ്റെ പൗഡർ. അതെന്നിട്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ തണ്ടിൽ അങ്ങനെ പെടാത്ത പോലെ കുറച്ച് നീക്കിയിട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലാന്റ്സിൽ മാറ്റം വരും. പിന്നെ ഈ പൗഡർ ഇതിന് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുക. ഈ പൗഡർ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂട്ടി പല്ല് തേച്ചാലില്ലേ പല്ല് സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങും. അതേപോലെ തന്നെ ചില ആൾക്കാരില്ലേ, അയ്യോ പല്ലിന് മഞ്ഞ എന്തൊരു കഷ്ടമായത്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഓറഞ്ചിൻ്റെ പീല് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് വിട്ടാൽ സൂപ്പറാവും കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ പൗഡറിൽ അത്രയും കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പല്ലിനൊക്കെ അത് നല്ലതാണ്, നല്ല വെട്ടിത്തിളങ്ങാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഓറഞ്ചിൻ്റെ പൗഡർ നിങ്ങൾ പ്ലാന്റ്സിന് ഇട്ട് വെച്ചാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സ് നല്ല രീതിയിൽ വളരും, നല്ല അടിപൊളി ലീവ്സ് വരും. പിന്നെ കുറേ പൂക്കളിങ്ങനെ നിറയെ വരും, ഇലയില്ലാതെ പൂക്കൾ വരും. ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറിക്കാണ് ഇട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിറയെ കായ്ക്കും, പൂക്കൾ വന്നിട്ട് നിറയെ കായകൾ വരും. നിങ്ങൾ തന്നെ ദൈവമേ ഇത്രയും കാലം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കും. ഇത്രയും കാലം നമ്മൾ എന്താ ഇത് അറിയാതെ പോയെന്ന് വിചാരിക്കും. അത്ര ഉണ്ടാവും കേട്ടോ. അത്രയും വലിയ മാറ്റമാണ്. പിന്നെ വേരൊക്കെ നല്ല സ്ട്രോങ് ആവും. അത്രയും സൂപ്പർ സാധനമാണ് ഈ ഓറഞ്ചിൻ്റെ പീല്. അപ്പം ഞാൻ ഈ ഓറഞ്ചിൻ്റെ പീല് പൗഡറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇനി ഞാൻ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. നമ്മൾ പീല് കംപ്ലീറ്റ് അടയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം വരണം കേട്ടോ. അതിൻ്റെ മുകളിൽ വെള്ളം വരുന്നവരെ ഇട്ടിട്ട് നമ്മളൊന്ന് കുലുക്കണം കേട്ടോ. ആദ്യം തന്നെ കുലുക്കിയിട്ട് നമ്മളവിടെ എടുത്ത് വെക്കുക. ഒരു 7 days എങ്കിലും ഇത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഫുള്ള് അതിൻ്റെ ജ്യൂസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഇപ്പം ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് അത് എനിക്കിങ്ങനെ ഞെരടാൻ വേണ്ടിയിട്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കണ്ടോ, ഇത് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ സോഫ്റ്റ് ആവും. നമ്മൾ കുറച്ച് ദിവസം വെള്ളത്തിലിട്ടല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ ഞെരടുമ്പോൾ തന്നെ അതിങ്ങനെ സോഫ്റ്റായിട്ട് വരും കേട്ടോ. കംപ്ലീറ്റ് അലിയണമെങ്കിൽ ഒരു
10-12 ദിവസം വെക്കണം. ഇതൊരു 4-5 ദിവസം വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാൻ അത്ര ദിവസമേ വെക്കാറുള്ളൂ. പിന്നെ ഇത് ഇങ്ങനെ ഞെരടുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ നല്ല രസമുള്ളൊരു എന്താ പറയുക, നല്ല ഫീൽ ഗുഡ് തരുന്ന ഒരു മണമാണ് കേട്ടോ ഓറഞ്ചിൻ്റെ. ഈ ഫെർട്ടിലൈസർ ഒന്നും ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് അറപ്പൊന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ചില ആൾക്കാർ പറയുന്നതൊക്കെ ബാഡ് സ്മെല്ലാണല്ലോ എന്ന്. പക്ഷേ ഓറഞ്ചിൻ്റെ പീലിൻ്റെ ഫെർട്ടിലൈസറിന് അതൊന്നും പ്രശ്നമില്ല, നല്ലൊരു മണമാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായി ഞെരടിയിട്ട് ഇത് സ്റ്റെയിൻ ചെയ്തെടുക്കുക. ഞാനിങ്ങനെ കൈകൊണ്ട് കട്ടിയുള്ളതല്ലേ അങ്ങ് എടുത്തിട്ട് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് സ്റ്റെയിനറൊക്കെ എടുത്തുകൊണ്ട് വരാൻ മടിയായിട്ട്. പിന്നെ ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇതില്ലേ, നമ്മൾ പ്ലാന്റ്സിന് ഒഴിക്കുക ഈ ഫെർട്ടിലൈസർ വെള്ളം മിക്സ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ 1:3 ആണ് റേഷ്യോ. നമ്മൾ 1 കപ്പ് ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ 3 കപ്പ് 3 കപ്പ് സാധാ നോർമൽ വാട്ടർ, ക്ലോറിനിടാത്ത വെള്ളം മിക്സ് ചെയ്താണ് പ്ലാന്റ്സിന് വയ്ക്കുക. പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് നമ്മളൊരു സ്പ്രേയിലേക്ക്, നിങ്ങളുടെ അടുത്ത് സ്പ്രേ ഇല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് പിന്നെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ എൻ്റെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യാനായിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പം ഞാൻ ഇതിലേക്കാക്കിയിട്ട് നമ്മളെ പ്ലാന്റ്സിൻ്റെ ലീവ്സിനൊക്കെ അടിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കീടങ്ങൾ, ഉറുമ്പ്, ഒച്ച് വരെ പറക്കും. നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുറ്റുപാടും കുറേ പ്രാണികൾ, കുഞ്ഞു കുഞ്ഞു ജീവികൾ, നമ്മളതിലൊക്കെ നശിപ്പിക്കുന്ന ഓരോ പ്രാണികളും കുഞ്ഞു കുഞ്ഞു കീടങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും പിന്നെ ഉണ്ടാവത്തേയില്ല നമ്മുടെ പ്ലാന്റ്സിൽ. അത്രയും 2-3 കമൻറ്റ് എനിക്ക് വന്നിരുന്നു, ചേച്ചി നീം ഓയിൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അത്ര എക്സ്പെൻസീവ് അല്ല, അവർക്ക് എക്സ്പെൻസീവാണ്. അപ്പം വേറെ എന്തെങ്കിലും നാച്ചുറലായിട്ട് കീടങ്ങളെ തുരത്താൻ വല്ല ഐഡിയ ഉണ്ടോ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊരു ഐഡിയ ആണ് കേട്ടോ. ഓറഞ്ചിൻ്റെ പീല് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. കീടങ്ങൾ പിന്നെ നമ്മളെ പ്ലാന്റ്സിൻ്റെയോ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ പരിസരത്ത് പോലും വരില്ല. ആ രീതിയിലാണ് എഫക്റ്റ് നമ്മൾ പ്ലാന്റ്സിനൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഫെർട്ടിലൈസർ. പക്ഷെ വെള്ളം തീരെ മിക്സ് ചെയ്യരുത് കേട്ടോ. നമുക്ക് പ്ലാന്റ്സിന് ഇതെങ്ങനെ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുതരാം. പ്ലാന്റ്സിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ ഫെർട്ടിലൈസർ ഒരു 1:3 എന്ന് വെച്ചാൽ 1 കപ്പ് ഫെർട്ടിലൈസർ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അത് 3 കപ്പ് വെള്ളം, അതിനി പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ പ്ലാന്റ്സിനെല്ലാം ഒരു 1/2 കപ്പ് വെച്ചിട്ട് മതി കേട്ടോ. ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് കുറേ ഓറഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 ലിറ്ററൊക്കെ ഉണ്ടായിക്കൊണ്ട് കേട്ടോ. ഇത് ഞാൻ 5 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ ഓനിയൻ ഫെർട്ടിലൈസർ കഴിഞ്ഞ ദിവസം മറ്റ് പ്ലാന്റ്സിന് ഒഴിച്ചതുകൊണ്ട് എനിക്കിന്ന് കുറച്ച് മതി. ബാക്കി ഒഴിക്കാത്ത പ്ലാന്റ്സിനാണ് നമ്മൾ എല്ലാ സപ്ലിമെൻറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ ഓനിയൻ ഫെർട്ടിലൈസറിലും സൾഫറൊക്കെ ഉള്ളതുകൊണ്ട് പ്ലാന്റ്സിന് ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സപ്ലിമെൻ്റ് ആയിട്ട് എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുക കേട്ടോ ചെയ്യുക. അപ്പം ഞാൻ ഇനി പ്ലാന്റ്സിനൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് 1/2 കപ്പ് ഫെർട്ടിലൈസർ വെച്ച് ഒഴിച്ചാൽ മതി കേട്ടോ എല്ലാ പ്ലാന്റ്സിനും. പിന്നെ പൂക്കളിടുന്ന പ്ലാന്റ്സിന്, നിങ്ങൾക്ക് പൂക്കൾ നിറയുള്ള വീടാണെങ്കിൽ നിങ്ങൾ ആ പ്ലാന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തോളൂ കേട്ടോ. ഞാൻ പിന്നെ അറിയാലോ, എനിക്ക് ലീഫ് പ്ലാന്റ്സാണ് ഇഷ്ടം. അപ്പം ഞാൻ എൻ്റെ ലീവ്സൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ലീഫ് പ്ലാന്റ്സിനാണ് എപ്പോഴും കൊടുക്കുന്നത്. എനിക്ക് ഒരുപാട് കളക്ഷൻ ലീഫ് പ്ലാന്റ്സ് ആണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ലീഫ് പ്ലാന്റ്സിന് കൊടുക്കുന്നു. പക്ഷേ നിങ്ങളോട് ഞാൻ പറയുന്നു, ഫ്ലവറിങ് ആണ് ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ പൂക്കളിടുന്ന പ്ലാന്റ്സിന് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരിതാണ്. അത് മാത്രമല്ല, നിങ്ങൾ പുതിയതായിട്ടൊരു പ്ലാന്റ് നടുകയാണ്, ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് നടുന്നതെങ്കിൽ ഏറ്റവും നല്ല പോട്ടിംഗ് മിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അറിയില്ലെങ്കിൽ നമ്മളെ ജമന്തി പൂക്കൾ ചാനലിൽ എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ്, ഏറ്റവും നല്ല പോട്ടിംഗ് മിക്സ് എന്താണെന്നൊക്കെ വീഡിയോ ഉണ്ട്. ജമന്തി പൂക്കളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ജമന്തി പൂക്കൾ സെർച്ച് ചെയ്താൽ ആദ്യം ജമന്തി പൂക്കളെ വീഡിയോസൊക്കെ ഇവരെ കുറച്ച് താഴെയായിട്ട് നമ്മളെ ചാനലിൽ കാണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ അതിൽ പോയി നോക്കുക. അപ്പോൾ ഈ നമ്മൾ ആദ്യമായിട്ടുള്ള പോട്ടിംഗ് മിക്സ് എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അതിൽ നിങ്ങൾ ഈ 1 സ്പൂൺ നിങ്ങൾ ഉണ്ടാക്കി വെച്ച 1 സ്പൂൺ ഓറഞ്ചിൻ്റെ പൗഡർ കൂടി ഇട്ട് കഴിഞ്ഞാൽ, ഓറഞ്ചിൻ്റെ തൊലിയുടെ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1-1.5 മാസം കൊണ്ട് ഈ പ്ലാന്റിൽ പൂക്കളൊക്കെ ആയിട്ട് നിറയെ സൂപ്പർ ഒരു പോട്ടായിട്ട് ആ പ്ലാന്റ് മാറും. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെ മറ്റുള്ള പ്ലാന്റ്സിന് വ്യത്യസ്തമായ നല്ല ഒരു ലീവ്സും നിറയെ പൂക്കളുമായിട്ട് 2 മാസം കൊണ്ട് തന്നെ നിറയെ ഇങ്ങനെ പൂവായിട്ട് നിൽക്കും. അപ്പം പോട്ട് മിക്സിലും ഇത് കുറച്ച് ഇട്ടിട്ട് നിങ്ങൾ പ്ലാന്റ്സ് നടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഫെർട്ടിലൈസറാണിത്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ഇത് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രാണി, ഒച്ച്, കീടങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പൗഡർ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിറയെ ഉറുമ്പാന്ന് വെച്ചോ, നമ്മുടെ ഫ്ലോറിലൊക്കെ, അപ്പോൾ അവിടെയൊക്കെ ഇത് കൊണ്ടുപോയി ഇങ്ങനെ തട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പൊക്കെ ഓടി രക്ഷപ്പെടുക കേട്ടോ. അതേപോലെ തന്നെ ഫേസ് പാക്കായിട്ട് നിങ്ങൾക്ക് ഈ പൗഡർ യൂസ് ചെയ്യുക, പല്ല് വെട്ടിത്തിളങ്ങാൻ യൂസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഈ പൗഡറിനുണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ പീലിൻ്റെ പൗഡർ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു
റെമഡിയും ഒരു ഫെർട്ടിലൈസറും ഒരു പെസ്റ്റിസൈഡും കൂടിയാണ്. അപ്പം നല്ല ഉപകാരമുള്ള ഒരു കാര്യമാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് ട്രൈ ചെയ്തിട്ട് ബെസ്റ്റ് അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറഞ്ഞത് ഇത് അത്ര എഫക്റ്റീവ് ആണെന്ന് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് കുറച്ച് പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു 4-5 ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. അതെങ്ങനെ എന്താണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു ദുർഗന്ധം പല ആൾക്കാരും ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അറിയോ? നമ്മുടെ നാരങ്ങനീര് പിഴിഞ്ഞ തോലില്ലേ, ആ തോല് ഫ്രിഡ്ജിൻ്റെ തട്ടിലിട്ട് വെച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ ആ ദുർഗന്ധം പെട്ടെന്ന് പോയി കിട്ടും. പയറ്, റവ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ കീടങ്ങളും പ്രാണികളും വരാതിരിക്കാൻ ഒരു കറിവേപ്പില 2-3 ലീവ്സ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ കീടങ്ങൾ വരില്ല. ഇനി ആര്യവേപ്പിൻ്റെ ഇല ഇട്ടാലും മതി. ഇപ്പോൾ അരിയിലൊക്കെ നിങ്ങൾക്ക് കീടങ്ങൾ വരാതിരിക്കണമെങ്കിൽ കുറേ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ചില ആൾക്കാർക്ക് ദോശമാവ് പുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല, പുളിദോശ എന്ന് പറയില്ലേ, അത് വരാതിരിക്കണമെങ്കിൽ നമ്മളെ വാഴയില ഇല്ലേ, എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലേ വാഴയില, എല്ലാ വീട്ടിലും ഉണ്ടാവും. അതിൻ്റെ കീറിങ്ങനെ ഇട്ട് വെച്ചാൽ 2 ചെറിയ പീസ് ഇട്ട് വെച്ചാൽ ദോശമാവ് തീരെ പുളിക്കില്ല കേട്ടോ. പിന്നെ പല വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ചായ കുടിക്കുമ്പോൾ ആ കപ്പിലൊക്കെ ഇങ്ങനെ കറ, വൈറ്റ് കപ്പിലൊക്കെ എത്രയാക്കിയിട്ട് എന്താ പോകാത്തതെന്ന് വെച്ചിട്ട് അവർ നന്നായിട്ട് കഴുകുന്നുണ്ടാവും, പക്ഷെ ആ കറ ഇങ്ങനെ പിടിച്ച് കിടക്കും. അത് പോക്കണമെങ്കിൽ പൊടിയുപ്പില്ലേ, പൊടിയുപ്പിട്ട് ഇങ്ങനെ ഒന്ന് ഉരസി കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോകട്ടോ. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരിതാണത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ദഹനക്കേടാണ്, ഒന്നും ദഹിക്കുന്നില്ല, ഒരു ഗ്യാസ് പോലത്തെ എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കരിഞ്ജീരകവും പെരിഞ്ജീരകവും സാദാ ജീരകവും കൽക്കണ്ടവും കൂടി പൊടിച്ചിട്ട്, മറ്റേത് 3 വറക്കണം കേട്ടോ. എന്നിട്ട് കൽക്കണ്ടം കൂടി പൊടിച്ചിട്ട് ഒരു ഇടക്കിടക്ക് ഒരു നുള്ള്, ഒരുപാട് കഴിക്കുന്ന അധികമായ അമൃതും വിഷമാണ്, ഒരു നുള്ള് വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഒരു പരിധി വരെ പോകും കേട്ടോ. പിന്നെ ഇനി തൊണ്ടവേദനയൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ വറുത്ത ജീരകം 1 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ മതി കേട്ടോ. കരിഞ്ജീരകവും സാദാ ജീരകവും ഒക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറ്റാനും നമുക്ക് ഗ്യാസ്, നെഞ്ചിരിച്ചിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കരിഞ്ജീരകവും സാദാ ജീരകവും ഒക്കെ വളരെ നല്ലത്. പിന്നെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാർ വെളുത്തുള്ളി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അവർക്ക് കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി നന്നായി ഉപയോഗിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മേലുവേദന, കാലുവേദന, ഉപ്പൂറ്റി വേദനയൊക്കെ ഭയങ്കരമായിട്ട് വരുന്നത് ചിലപ്പം വൈറ്റമിൻ ഡി കാരണമായിരിക്കും കേട്ടോ. ചിലപ്പോൾ എന്തോ വലിയ അസുഖം വിചാരിക്കും നിങ്ങൾ, പക്ഷെ ചിലപ്പം വൈറ്റമിൻ ഡി മാത്രം കുറയുന്നതുകൊണ്ടാട്ടോ അത്. അതിന് കാൽസ്യം, വൈറ്റമിൻ ഡി ടാബ്ലറ്റ് ഒന്ന് ഹെൽത്ത് സെൻ്ററിലൊക്കെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കാലുവേദനയും കൈവേദനയും ഒക്കെ ഒരു പരിധി വരെ വൈറ്റമിൻ ഡിൻ്റെ കുറവുകൊണ്ടും പിന്നെ കാൽസ്യം കുറവുകൊണ്ടും വരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല പ്രായമായ ആൾക്കാർ ഒരു 40 വയസ്സിന് ശേഷം കാൽസ്യം കുറവിൻ്റെ പ്രശ്നം കൊണ്ട് കാലുവേദന, കൈവേദന, മുട്ടുവേദന ഒക്കെ വരും. പിന്നെ വൈറ്റമിൻ ഡിൻ്റെ പ്രശ്നം കൊണ്ട് ഉപ്പൂറ്റി വേദനയൊക്കെ വരും. യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കൊണ്ടും വരും. എന്നാലും ഒരു പരിധിവരെ കാൽസ്യം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് നിങ്ങൾ ഒരുവിധം മേലുവേദന, എല്ലാ വേദനകൾക്കും കാര്യം. ഒരു ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരുവിധം മേലുവേദന, കൈവേദന പ്രശ്നം മാറിക്കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഒരു ഉറക്കം തൂങ്ങൽ, ഒന്നിനും ആവുന്നില്ല, ഒരു ക്ഷീണം പോലെ, ഒരു എനർജി ഇല്ലായ്മ, അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പ്രഷർ ലോ ആയതായിരിക്കും. ലോ പ്രഷർ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു നോക്കുക, അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ ബാർലി വെള്ളമോ കുടിച്ചു നോക്കിയിട്ട് അതിനുശേഷം നിങ്ങൾക്ക് എനർജി വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പ്രഷർ കുറവാണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും വെറുതെ നമ്മളെല്ലാവരും കളയുന്ന ഓറഞ്ചിൻ്റെ പീല് വെച്ചിട്ടുള്ള ഉപയോഗങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നല്ലൊരു ഫെർട്ടിലൈസറും പ്ലാന്റ്സ് ഗ്രോത്ത് ആയിരിക്കാനും ഫ്ലവറിങ്ങിനും ഒക്കെ പറ്റിയൊരു നല്ലൊരു പൗഡറാണ് കേട്ടോ, ഓറഞ്ചിൻ്റെ പീലിൻ്റെ പൗഡർ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്താണ് ഇനി ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. ഗാർഡനിങ് ഇഷ്ടമുള്ളവർ എന്തായാലും കൂടെ കൂടിക്കോളൂ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.